ഹലോ ഗായ്സ്, നെച്ചു ഹിയർ. ഈ വീഡിയോ എന്ന് പറയുന്നത് ചെപ്പിക്കാൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അത് അത്യാവശ്യം ലോങ് ആണ്, 3 to 4 hours ഉണ്ട് അവിടത്തേക്ക്. അപ്പോൾ നമ്മളെപ്പോഴും ലേറ്റ് നൈറ്റാണ് പോകാറ്. അപ്പോൾ നമ്മൾ സുബഹി ആ ഒരു ടൈമിൽ നമ്മളവിടെ എത്തും. ഈ വീഡിയോയിൽ ഞാൻ അവിടെയുള്ള ഏകദേശം എല്ലാ വിശേഷങ്ങളും ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ A to Z ഉണ്ട് കേട്ടോ. പിന്നെ അറിയാലോ, ഇത് നമ്മളെ നെച്ചൂസും പിന്നെ മറ്റേതിൻ്റെ കാരണൻ്റെ മോളാണ് സെയ്യു. അവർ നല്ല തിക്ക് ബോണ്ടാണ് കേട്ടോ. ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ മറ്റാൾ പിന്നെ ആൾ എണീപ്പിക്കാതെ നോ രക്ഷ. അപ്പോൾ അറിയാലോ, നമ്മൾ നാട്ടിലത്തെ ആ ഒരു വൈബാണ് അവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ത്രൂ ഔട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ തോന്നും നെച്ചു നാട്ടിലെത്തിയോ എന്ന് വരെ തോന്നും. നമ്മളുടെ നാടിൻ്റെ ആ ഒരു വൈബും പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ പറമ്പുകളൊക്കെ ഒമാനിയുടേതാണ്, പക്ഷേങ്കിൽ അവരുടെ സൈഡിലാണ് ഇതൊക്കെ വരുന്നത്, അവരുടെ ആ ഒരു കോമ്പൗണ്ടിൽ. അപ്പം കുട്ടികൾക്ക് നല്ല വൈബിങ് ആയി, നമുക്കും രാവിലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു വൈബില്ലേ, ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഉണങ്ങാൻ ഇരിക്കലും അതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയപ്പോൾ അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ആക്റ്റീവായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെന്താ, പറമ്പിലൊക്കെ വെറുതെ നടന്നു. പിന്നെ കുറേ ആടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഞാനൊന്ന് സ്ലോ ആയിട്ടുണ്ട് നടക്കാൻ, കാരണം നല്ല കൊമ്പുള്ള ആടായിരുന്നു. ഇനി തിരിച്ച് കുത്തുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഇല്ല കേട്ടോ, ഒമാനി ആട് പാവായിരുന്നു, അത് ഓടുകയാണ് ചെയ്തത്. ആഫ്റ്റർ ഓൾ നമ്മൾ മല്ലൂസല്ലേ, അപ്പോൾ പേടിക്കണ്ടല്ലേ. ഇവിടെ മാങ്ങയും അങ്ങനെ ഏത്തപ്പഴമൊക്കെ മസാല നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ വാഴയുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ വലിയൊരു കെട്ടുണ്ടാവും കേട്ടോ തിരിച്ചു പോകുമ്പോൾ. ഇത് ചെപ്പിക്കാൻ്റെ കാർണോനാണ്. പക്ഷെ ഞാനൊരു കാർണോൻ്റെ സ്ഥാനമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കാർണോനും ബാബിയും കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ ഇത് ഏത്തപ്പഴം അവിടുത്തെ ഉമ്മാൻ്റെ അടുത്ത് ഞങ്ങൾ ജസ്റ്റ് പിന്നെയും ചോദിച്ചു. പക്ഷെ ആൾ മുമ്പേ ബാബി കാർണോൻ്റെ അടുത്തൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് എടുക്കാം, ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ, ഏത്തപ്പഴമൊക്കെ വീണതിന് ശേഷവും അതേപോലെ പഴുത്തതിന് ശേഷവും അത് പറിച്ചിട്ട് ഉണക്കിയിട്ട് അവിടെ നിങ്ങൾ കണ്ട ആടില്ലേ, അതിന് തിന്നാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, ആടിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് അവരിത്. ആരും എടുത്തിട്ടില്ലെങ്കിൽ അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളീ പറിച്ച് നാച്ചുറലായിട്ട് ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് തിന്നുക എന്ന് പറയുന്നത് വേറെ ഒരു രസമല്ലേ. കണ്ടാൽ തന്നെ മനസ്സിലാവും കുട്ടികൾക്കൊക്കെ എന്ത് രസമായിരുന്നു പറയാം. കാരണം ഓടിക്കളിക്കാൻ മാത്രം സ്ഥലമൊന്നും നമ്മൾ ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഒമാനിൽ മസ്കത്തിലാണ്. സലാല എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം എല്ലാ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ മസ്കത്ത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ഗൾഫ് കൺട്രീസ് പോലെ തന്നെയാണ്. പക്ഷേ ഇത് സഹം എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ കുറേ കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനൊരു സ്ഥലമാണ്. പിന്നെ എല്ലാ റിലേറ്റീവ്സും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പറയാതിരിക്കാൻ വയ്യ, ബാബിയുടെ ഫുഡ് അത് രക്ഷയില്ല കേട്ടോ, പൊളിയാണ്. മാങ്ങ പറിച്ചു. മാങ്ങ നമ്മുടെ നാട്ടിലത്തെ പോലെ ആ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ച് കഴിക്കുന്ന ഒരു സംഭവമില്ലേ, അതൊക്കെ ട്രൈ ചെയ്തു. ഒന്നും വിട്ടു കഴിഞ്ഞില്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്.
ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിയായ നഷ്ടമായിരുന്നു അത്. ആ അടിച്ച മാങ്ങ മുളകും വെളിച്ചെണ്ണൊക്കെ ഇങ്ങനെ ചേർത്ത് അതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മീൻ പൊള്ളിച്ചതായിരുന്നു, ഉച്ചയ്ക്കുള്ള ഫുഡായിരുന്നു അത്. അപ്പോൾ അതും ഞാൻ കുറേയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസിൽ. പിന്നെ എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതും എല്ലാവരും ഒരുമിച്ച് കൂട്ടായിട്ടിരുന്ന് കഴിക്കുന്നതും ആ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ കൂടുമെന്നാണ് പറയുന്നത്. അത് സത്യമാണ് കേട്ടോ. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ചിരുന്ന് ആ ഒരു കഥകളൊക്കെ പറഞ്ഞ് ട്രോളി ചിരിച്ച് ഫുഡ് കഴിക്കുമ്പോഴുള്ള ഫീല് അടിപൊളിയായിരുന്നു. ടേസ്റ്റ് കുറച്ചും കൂടെ കൂടി. പിന്നെന്ന് പറയുന്നത് നമ്മൾ കിഡ്സിൻ്റെ കൂടെയുള്ള ടൈമായിരുന്നു. അത് നൈസായിരുന്നു. അവരുടെ കൂടെ അവർ ഏജിലേക്ക് ഇറങ്ങിയിട്ട് കളിക്കുമ്പോൾ ഞാൻ പൊതുവെ അങ്ങനെയാണ് നാട്ടിലും. കുട്ടികളെ ഓരോരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ഞാൻ മാറും, എന്നിട്ട് അവരുടെ കൂടെ മിങ്കിൾ ചെയ്യലാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ കൂടെ കൂടി അവരുടേതായ കളിയും കാര്യങ്ങളും. പിന്നെ നമ്മൾ വലിയ ആൾക്കാരൊക്കെ കൂടി ചില ഗെയിംസ് കളിച്ചു. നമ്മൾ പണ്ടത്തെ ഗെയിംസൊക്കെ ഒന്നും കൂടെ നമ്മൾ കളിച്ചു. കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഗെയിം അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു കോമൺ ഗെയിം ആയതുകൊണ്ട് ഈ അടിച്ച് തകർക്കുക എന്നുള്ളത് അത് നന്നായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ വരുന്നത് ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഇത് ആച്ചിയുടെ ഐഡിയ ആയിരുന്നു. ഇതങ്ങനെ ഫ്ലോപ്പായി. നെക്സ്റ്റ് ഗെയിമും ആൾക്കായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതും ഒക്കെ ആയിരുന്നു. പക്ഷെ ആ ടവർ അങ്ങോട്ട് വളഞ്ഞത് കൊണ്ട് അത് അത്ര അങ്ങോട്ട് എന്താ പറയുക സെറ്റായില്ല. പിന്നെ അതിൻ്റെ പറയേണ്ട കാര്യങ്ങൾ മൂപ്പറോട് ഇൻ ബിറ്റ്വീനിൽ മറന്നുപോയി. സോ അതെന്ത് ചെയ്തു, അതും ഞങ്ങളങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. ആ ഗെയിമും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വരുന്നത് ഡിന്നറായിരുന്നു. ഡിന്നർ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോയി ഡിന്നറും കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. അപ്പോഴും ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആയിട്ടായിരുന്നു അവിടെ നിന്നും ഇറങ്ങിയത്. ഇതില്ലേ, ഞാൻ വണ്ടി പാസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാനതിങ്ങനെ കഷ്ടപ്പെട്ട് ഫോക്കസ് ചെയ്യായിരുന്നു. അപ്പോൾ വണ്ടി ചിപ്പിക്ക് ടേൺ ചെയ്ത് അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, നീ ഇത്ര കഷ്ടപ്പെട്ട് എടുക്കേണ്ട, മര്യാദയ്ക്ക് എടുത്തു. അങ്ങനെ ഞാൻ അത്യാവശ്യം സൂം ചെയ്തെടുത്തു. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതിൽ സുൽത്താൻ ഷെയ്ഖിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു, അതേപോലെ അതിന് മുമ്പുള്ള ഷെയ്ഖിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തേക്കുള്ള യാത്ര തുടർന്നു. അപ്പോൾ ഈ വീഡിയോ ഹോപ്പിംഗ് യു ഓൾ വിൽ ലൈക്ക് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.